മോർണിംഗ് ഡിയേഴ്സ്. അപ്പം ഇന്ന് രാവിലെ കിച്ചണിൽ നിന്ന് തന്നെയാണ് നമ്മുടെ വീഡിയോ ഓപ്പണിങ്. നമ്മുടെ ചാനൽ പിന്നെ കിച്ചണിൽ നിന്നാണല്ലോ നാച്ചുറലി ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ കിച്ചണിൽ ഓൾറെഡി അമ്മ എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഡിഫറെന്റ് സംഭവമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അവിടെ ഗുഡ് മോർണിംഗ് പറഞ്ഞ അപ്പം ചൂടാവണേന് മുമ്പ് ചൂടൊക്കെ നമ്മുടെ നാട്ടിൽ തുടങ്ങി കഴിഞ്ഞു ഓൾറെഡി. അപ്പൊ രാവിലെ തന്നെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ചൂടായി മാറും. അതെ. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള, ആർക്കും ഇഷ്ടമില്ലായ്ക ഉണ്ടാവില്ല, അത് ഇഷ്ടമുള്ള ഒരു വറവരി ഐറ്റമാണ് ചെയ്യുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു പോർഷൻ ആയിരിക്കും വെച്ചു നമുക്കത് കാണാം. ഓക്കെ. അപ്പോ നമ്മുടെ കപ്പ ചിപ്സ് ഒക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഫാൻ്റെ അമ്മ അവിടെ ചൂട് കാരണം കിച്ചണില് ഫാൻ ഇട്ട് തുടങ്ങി. കാരണം ഇനി ഫാൻ ഇടാതെ നിവൃത്തിയില്ല. അത്രയ്ക്ക് ചൂടാണ് കേട്ടോ. ഒരു ചൂട് എല്ലായിടത്തും ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്ത് തുടങ്ങി. അമ്മ അവിടെ ഇരുന്ന് കപ്പ ചിപ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ബ്യൂട്ടിഫുൾ ടേസ്റ്റ് ആണ്. കാണിച്ചു തരാം. ഞങ്ങള് 2 കിഴങ്ങാട്ടം എടുത്തോളൂ, ഞാൻ പറഞ്ഞല്ലോ. അത് അടിപൊളിയാണ്. നമുക്ക് ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്യും. ചൂടുണ്ട്. ഇതുണ്ടോ, ഇതെല്ലാം ഒരേ വലിപ്പത്തിൽ വരണം. അപ്പോഴാണ് അതിന്റെ വേവ് കറക്റ്റ് ആവുള്ളൂ. ഒരേ വലിപ്പത്തിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴേക്കും ഓരോന്നിനും ഓരോ വേവായിട്ട് വരും. അതൊരു സുഖം ഉണ്ടാവില്ല. അപ്പൊ നമുക്കിത് കഴിച്ചു നോക്കാം. അടിപൊളിയാണ്. നമ്മൾ ഈ വീട്ടിൽ വറക്കണ കപ്പയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ, പറയാതിരിക്കാൻ വയ്യ. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതും വീട്ടിൽ വറക്കണതും തമ്മിൽ ഹ്യൂജ് ഡിഫറൻസ് ആണുള്ളത്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, നല്ല രുചിയുണ്ട്. ഉപ്പൊക്കെ കറക്റ്റ് ആണ്. ഉപ്പില്ലേലും എനിക്ക് ഉപ്പിട്ടില്ല, പക്ഷെ എങ്കിൽ കൂടിയും എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഞാൻ അധികം ഉപ്പിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആളല്ല. നമുക്ക് എല്ലാം വറവിൽ പോയി കഴിഞ്ഞിട്ട് ഉപ്പ് തിരുമ്മിയെടുക്കാം. ഇത് എന്റെ അവിടെയൊക്കെ ഈ കപ്പ നടന്ന സ്ഥലം ആയതുകൊണ്ട് അന്നൊക്കെ ഈ ഗ്യാസ് അടുപ്പിലല്ല, ഈ പുറത്ത് നമ്മള് കഞ്ഞിയൊക്കെ വെക്കാൻ അടുപ്പ് കൂട്ടിയില്ല, അതുപോലെ അടുപ്പ് കൂട്ടിയേച്ച് ഈ ഉരുളി വെച്ച അതില് ഒരുപാടൊക്കെ അരിഞ്ഞു അങ്ങനത്തെ വറുത്തെടുക്കണം. നല്ല രുചിയുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു എനിക്ക്. എവിടെ ഇപ്പുണ്ട്, നമുക്ക് ഇങ്ങനെ പെറുക്കി തിന്നോണ്ടിരിക്കാം. ഉപ്പ് ചേർക്കണം, ലാസ്റ്റ് ചേർക്കാം. ഉപ്പില്ലേലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഞാൻ ഉപ്പിനോട് എനിക്ക് അധികം ഉപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ഉപ്പ് ഇല്ലെങ്കിലും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമുണ്ട്. കറുമുറ കഴിക്കാം. മഴക്കാലത്താ കൂടുതലും അല്ലേ? ചായയുടെ ഒപ്പം സൂപ്പറാ. വളരെ നല്ല. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ. ഇനി ചക്ക തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ചക്ക വറക്കണം നമ്മൾ കാണിച്ചിട്ടുണ്ടെന്ന് മറന്നുപോയി. പക്ഷെ ഒന്നുകൊണ്ട് നമുക്ക് എടുക്കണം. ഇഷ്ടമാണ് ചക്ക വറക്കണം, എടുക്കാം. ഞങ്ങൾ എല്ലാ വർഷവും ചക്ക വറക്കാറുണ്ട്. അപ്പൊ അവിടെ സംഗതി റെഡി ആയിക്കൊണ്ടിരിക്കുക. ഉഷാറാണ്. അങ്ങനെ കപ്പ വറുത്തതൊക്കെ എടുത്ത് കുപ്പിയിലാക്കിട്ടോ. കുപ്പിയിലാക്കി കഴിഞ്ഞപ്പോ എന്താന്നറിയില്ല, ഇത്രേ കാണാനല്ലോ. വറുത്ത് കോരിക്കൊണ്ടിരുന്നപ്പോഴേക്കും ഞങ്ങളിങ്ങനെ ഓരോന്നെടുത്ത് കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു, ഞാനും ഉപ്പയൊക്കെ കേട്ടോ. അതാണ് കാരണം. അപ്പൊ ഞാനിവിടെ രാവിലെ കഴിക്കുന്നത് ഓംലെറ്റ് ബ്രെഡാണ്. ബ്രെഡ് ഓംലെറ്റ്. അതിന് വേണ്ടിയിട്ടുള്ള ഓംലെറ്റ് ആണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ബ്രെഡ് എടുക്കണം. അപ്പോൾ അമ്മ ഇവിടെ എന്തിനോ വേണ്ടി വെള്ളം തിളപ്പിക്കുന്നുണ്ട്. ഗ്രീൻ ടീ ഉണ്ടാക്കാനാണ്. 11 മണിയാകുമ്പോൾ ഗ്രീൻ ടീ കഴിക്കുമല്ലോ. അപ്പോൾ അതെ, ഞാൻ ഓംലെറ്റ് കഴിക്കണതേ ഉള്ളൂ. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രെഡ് നമുക്ക് എടുക്കാം. ബ്രെഡ് അവിടെ പുതിയൊരു ബ്രെഡ് ഇരിപ്പുണ്ട്. പുതിയ ബ്രെഡ് എടുക്കാം. ആട്ട ബ്രെഡാണ്, ബ്രൗൺ ബ്രെഡ് അല്ലല്ലോ, ആട്ട ബ്രെഡാണ്. തവണ അപ്പയ്ക്ക് ആട്ട ബ്രെഡാണ് കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ ആട്ട ബ്രെഡ് ഇവിടെ വെച്ച് നമുക്കിനി ഓംലെറ്റ് ഉണ്ടാക്കാം. മുട്ട പൊരിക്കണതിന്റെ സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതെ. അപ്പൊ ഇന്ന് ചിപ്സ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ പിന്നെ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബെർത്തും ഗ്യാസും സിങ്കും ഒക്കെ ക്ലീനിങ് ആണ് അമ്മ ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പൊ അത് എങ്ങനെയാ ക്ലീൻ ചെയ്യണമെന്നൊക്കെ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ കാണിക്കാം. സ്പോഞ്ച് ഒക്കെ എടുത്ത് ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ വേഗം തന്നെ ക്ലീനിങ് തുടങ്ങും. അപ്പൊ അത് ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം. അടുക്കളയും ഗ്യാസ് സ്റ്റവും ഒക്കെ
സിങ്കും ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ദേ വന്നിരിക്കുകയാണ് വാഷ് ബേസിൻ ക്ലീൻ ചെയ്യാൻ. അപ്പോൾ വാഷ് ബേസിൻ ക്ലീൻ ചെയ്യുന്ന അമ്മയുടെ ടെക്നിക്ക് കേട്ടോ. ടെക്നിക്കൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ജസ്റ്റ് വ്ളോഗ് ആയത് കാരണം ഞാനങ്ങ് പിടിച്ചൂന്നേ ഉള്ളൂ. അപ്പോൾ കുറേ ടെക്നിക്സ് ഉണ്ട്. ആ ടെക്നിക്സ് എല്ലാം നിങ്ങൾക്ക് സെപ്പറേറ്റ് വീഡിയോയിൽ കാണാം. ഇതെല്ലാം കഴിഞ്ഞാൽ സിങ്കും വാഷ് ബേസിനും എല്ലാം വളവളാന്ന് തിളങ്ങുന്ന ഒരു ടെക്നിക്കാണ് അമ്മ പഠിപ്പിച്ചു തരാൻ പോകുന്നത്. അടിപൊളി. Few hours later. ഊണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയില്ലേ പൈനാപ്പിൾ കസ്റ്റേർഡ് ഉണ്ടാക്കിയതിൻ്റെ ഒരു സ്വല്പം പൈനാപ്പിൾ എടുത്ത് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി നല്ല ചൂട് സമയമല്ലേ ഇപ്പം, നമുക്ക് ആ ബാക്കിയിരിക്കുന്ന പൈനാപ്പിൾ കൊണ്ട് ചുമ്മാ കഴിക്കാനായിട്ടൊരു വെറൈറ്റി ഡിഷ് തയ്യാറാക്കാമെന്ന്. ഡിഷെന്ന് ഒരു വെറൈറ്റി ഡിഷെന്നൊന്നും പറയാനില്ല. ഈ ചെറുപ്പകാലങ്ങളിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പണ്ടിയും സ്കൂളിൻ്റെ അടുത്തൊക്കെയുള്ള കടകളിൽ ഇങ്ങനെ പാക്കറ്റിലൊക്കെ ആയിട്ട് വെക്കുമായിരുന്നു. ഞങ്ങൾക്ക് അവിടെ അന്നത്തെ കാലം കേട്ടോ. ഇപ്പം ഇങ്ങനെയും കുപ്പിയിലൊക്കെ ഇങ്ങനെ മാങ്ങയൊക്കെ ഉപ്പും മുളകും ഒക്കെ ഇട്ട് വെക്കൂല, അതുപോലെയുള്ള ഒരു രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പൈനാപ്പിളിന് ചെറിയ മധുരവും കൂടെ ഉള്ളത് കൊണ്ട് ഇതൊരു ടേസ്റ്റി ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പം നമുക്കൊന്ന് ചെയ്യാം. അതിനായിട്ട് പൈനാപ്പിൾ ഞാൻ ഹാഫായിട്ട് കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഇങ്ങനെയാട്ടോ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫുൾ ഷേപ്പിൽ കിട്ടൂല. ഹാഫ് നമ്മൾ ആ കസ്റ്റഡിന് എടുത്തില്ലേ, വിളയിക്കാനായിട്ട് എടുത്തത് കൊണ്ട് ഈ 3 സെറ്റ് നമുക്ക് ഉണ്ടാക്കാം. ഇതെങ്ങനെയാന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ മറ്റതിൽ ചെയ്താൽ മതിയല്ലോ. അപ്പം ഇത് എന്നാക്കിയാ ചേർക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അടിയിൽ ഞാൻ സ്വല്പം ഒരു ഉപ്പ് ഇട്ടിട്ടുണ്ടേ, പൊടിയുപ്പ്. ഉപ്പും ആ ഉപ്പിട്ടിട്ടുണ്ട് ആ കപ്പില്. അതെ. പിന്നെ എരിവ് മുളക് പൊടി, ഈ സ്പൂണിന് 1 സ്പൂൺ എരിവ് മുളക് പൊടി. ഇനി ഇത് മിക്സ് ആക്കാനായിട്ടൊരു സ്വല്പം വിനീഗർ ചേർക്കണം, ഒരു പുളിപ്പ് വന്നം, അല്ലെങ്കിൽ പിന്നെ എരിവിന്റെ കുത്ത് ഒരുപാട് വരൂലേ. പിന്നെ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് ചാലിച്ചേച്ച് വേണം വയ്ക്കാൻ. അപ്പം നമുക്ക് ഇത് സ്വല്പം വിനീഗർ, സ്വല്പം മതി, ഇത് മതിയാവും. അത് നനഞ്ഞ് കിട്ടണം വിനീഗറും ഉണ്ട്. അതിനുള്ള വിനീഗർ നോക്കാം. പൊടിക്കോടെ വേണം തോന്നുന്നു, നനവായില്ല അല്ലേ, ശരിക്കും കുടിക്കുന്നില്ല, ഇച്ചിരിയോടെ വേണം. എന്താണെന്ന് വെച്ചാൽ ഇതിൽ മധുരമുള്ള ഐറ്റം ആയതുകൊണ്ട് പിന്നെ ഇച്ചിരി ഇത് പുളിപ്പ് നിന്നാലും കുഴപ്പമില്ല. പിന്നെ എരിവും അങ്ങ് ചൊല്ലൂല്ലേ, അത് മതിയാവും. ഇത് കാണിക്കുന്ന കാണുമ്പോൾ പലർക്കും കുട്ടിക്കാലത്തേക്ക് ചിലപ്പോൾ പോകും സ്കൂളുകളിൽ. പലർക്കും പണ്ടത്തെ സ്കൂളുകളിലൊക്കെ ഇങ്ങനെയൊക്കെയാണ്. സ്കൂളിൻ്റെ അരികത്ത് പെട്ടിക്കടകളുണ്ടാവും പണ്ട്. എന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റം ഈ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വേനൽക്കാലത്ത് പ്രത്യേകിച്ച് ഉച്ചസമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കോടെ. വലിയ 10 പൈസയൊക്കെ അതിനുള്ളൂ ഒരു പീസ് മേടിക്കാൻ. ഇത് നമുക്കിതിലേക്ക് വെക്കാം. ഇതൊന്നും ചെയ്യാനില്ല, വെറുതെ റോ ഫോമിൽ ഒരു പൈനാപ്പിളിൻ്റെ പീസ് എടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഈ മധുരവും എരിവും പുളിയും ഉപ്പും എല്ലാം പുരട്ടുക, എല്ലാം കൂടെ എങ്ങനെ ചേർന്ന ഒരു മിക്സ് അല്ലേ. ഇപ്പൊ തന്നെ വെള്ളം എല്ലാവർക്കും കൊതി വന്നിട്ടുണ്ടാവും. ഉണ്ടാകും, എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കുകയും ചെയ്യും. കാരണം ഇത് ഒന്നും ചെയ്യാനില്ലല്ലോ. പൈനാപ്പിൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം പൈനാപ്പിൾ ഈ വണ്ടിയിലൊക്കെ ഇഷ്ടംപോലെ സെയിലിന് കൊണ്ടുപോകാനുണ്ട്. അപ്പം മേടിച്ച് ഉണ്ടാക്കാം. സീസൺ ഇങ്ങനെ വില കുറവിൽ കിട്ടും പൈനാപ്പിൾ. ഇത്രയും പെരട്ടിയാ പോരെ. എന്നിട്ട് ഇതിൽ പെരട്ടൂല, അടയ്ക്കും. സാൻഡ്വിച്ച് പോലെ അല്ലേ. ഇപ്പോൾ ഒരു സെറ്റായി സാൻഡ്വിച്ച് പോലെ തന്നെ ഉണ്ടല്ലേ. അടുത്തതിലും ഇതുപോലെ തന്നെ ചെയ്യുക. എല്ലാം സെയിം. ഒരു കടിയൊക്കെ കടിച്ചാൽ മതി. എന്നിട്ട് കടിച്ചപ്പോ കാണിച്ചോ. കൊച്ചു പിള്ളേർക്ക് ചിലപ്പോൾ എരിവ് അത്ര പറ്റൂല, തീരെ ചെറിയ ഞാൻ എന്നാന്നോ പിരിയൻ ഇടാതിരുന്നതെന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഒരു പുളിപ്പ് എരിവും നല്ലതാണല്ലോ ഇതിനെന്ന് ഓർത്താൽ. മധുരമുള്ള സാധനമാണല്ലോ ഇത്. പിന്നെ കൊച്ചു കുട്ടികളുള്ളിടത്ത് ഇത് ഇത്ര സൂക്ഷിക്കണം അല്ലേ. അതിനെ ഈ പറഞ്ഞ പോലെ പിരിയൻ ഇട്ട് കൊടുത്താലും മതി. ഞാൻ കഴിക്കാൻ പോവാട്ടെ. എല്ലാവരും ഞാനിന്ന് കൊതിപ്പിക്കാൻ പോവാണ്. എനിക്ക് പഴയ കണ്ട, വാവ്, സോ നൈസ്. നല്ലതാണോ? വെരി ടേസ്റ്റി. ഞങ്ങൾ സ്കൂൾ കാലത്ത് കഴിച്ചിട്ടുണ്ട്. പണ്ടത്തെ ഓർമ്മയാ വരണേ. ഇതിന്റെ ഇടയ്ക്കുണ്ടോ മുളകിരിക്കുന്നു, പുളിയുണ്ട്, മധുരമുണ്ട്, ബ്യൂട്ടിഫുൾ ടേസ്റ്റ് ആട്ടോ. ഉപ്പുണ്ട്, ബ്യൂട്ടിഫുൾ ടേസ്റ്റ് ആണ്. എല്ലാത്തിൻ്റെയും കൂടെ ബ്ലെൻഡ് ആണ്. ഉപ്പും മുളകും മധുരവും പുളിയും ഇത്രയും ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സാധനമാണ്. യു മസ്റ്റ് ട്രൈ ദിസ് കേട്ടോ. എരിവ് ഒരുപാട് ഫീൽ ചെയ്യാൻ
എരിവ് ഒത്തിരി ഇഷ്ടമില്ലാത്തവര് പിരിയൻ മുളക് പൊടി ചേർക്കാം. പക്ഷെ ഈ എരിവ് ദിസ് ഓക്കെയാണ്, ഇത് ഓക്കെ എരിവാണ്, ഒട്ടും കൂടുതലില്ല. അടിപൊളി സാധനമാണ്. നിങ്ങൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പഴയകാല ഓർമ്മകളാണ്. പണ്ടിങ്ങനെ പെരട്ടിയാണ് ഓരോ പീസുകളായിട്ട് തരണേ. പക്ഷെ സാൻഡ്വിച്ച് ആയിട്ട് വെക്കുമ്പോ നല്ല ടേസ്റ്റ് ആടാ. ഒരു ഇതില് പെരട്ടുക, ഒന്ന് അതിലേക്ക് അടയ്ക്കുക. നല്ലാണോ? അടിപൊളിയാ, അടിപൊളി, സൂപ്പർ. ഇതൊക്കെ പഴമയാ വെച്ചേ, പണ്ടത്തെ കാര്യങ്ങളാ ഇതൊക്കെ. എന്തൊരു ടേസ്റ്റാ. ഇത് നമ്മൾ 2-3 എണ്ണൊക്കെ നമുക്ക് ഒരുമിച്ച് പെട്ടെന്ന് കഴിക്കാൻ പറ്റില്ല. കാരണം ഒരു ഇത്തിരി എരിവ് നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യും കൂടുതൽ കഴിക്കുമ്പോഴേക്കും കേട്ടോ. ഒരു സാൻഡ്വിച്ച് ഒന്നും കഴിക്കുമ്പോൾ എരിവ് ദാറ്റ് ഈസ് ഓക്കെ ആണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ 2-3 പീസ് ഇതുപോലെ കഴിക്കുമ്പോൾ ഒരു ഇത്തിരി എരിവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിങ്ങനെ ചെയ്താൽ മതി. ഒന്നെങ്കിൽ 50-50 എരിവ് ചേർത്താൽ മതി. കുറച്ച് പിരിയനും കുറച്ച് എരിവ് മുളക് പൊടി ഇങ്ങനെ 50-50 ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എരിവ് കുറഞ്ഞു കിട്ടും. അതല്ല എരിവ് കുറച്ച് മുന്നിൽ നിൽക്കുന്നത് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. നമ്മൾ എരിവ് ഒട്ടും ഇവിടെ ഉപയോഗിക്കാറില്ല, വളരെ കുറച്ച് മാത്രമേ എരിവ് ചേർക്കാറുള്ളൂ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കുറച്ച് 50-50 ചേർക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ എന്ത് തന്നെയായാലും നല്ല ടേസ്റ്റാണ്. പണ്ടത്തെ ഓർമ്മകളാണ് ഇത് ശരിക്കും. ഇത് കഴിക്കുമ്പോൾ ഞാൻ ഇവിടെ മറൈൻ ഡ്രൈവിൽ പോകുമ്പോൾ ഇതിങ്ങനെ പെരട്ടിയത് മേടിക്കും. പിന്നെ അതുപോലെ ബീച്ച് സൈഡിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുളിയുള്ള പൈനാപ്പിളില് മുളകൊക്കെ പുരട്ടി നല്ല രസമാണ്. അപ്പോൾ അതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരണേ. അപ്പോൾ വീണ്ടും കഴിക്കട്ടെ. ഇത് നമ്മുടെ വീടിൻ്റെ പറമ്പിനോട് ചേർന്ന് നിൽക്കുന്ന മുളയാണ്. മുള എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉപയോഗം പറയാം. ഈ പണ്ടൊക്കെ വീട് വാർക്കുന്ന സമയത്ത് വാർക്ക ഉറയ്ക്കണത് വരെ വാർക്ക ഇങ്ങനെ സപ്പോർട്ടായിട്ട് നിർത്തുന്നത് ഈ മുളയുടെ തൂണ് വെച്ചിട്ടാണ്. എന്നിട്ട് വാർക്ക ഉറച്ച് കഴിയുമ്പോഴേക്കും ഇത്ര ടൈമുണ്ട്, ആ ടൈം ഇത്ര ദിവസമുണ്ട്, ആ ദിവസം കഴിയുമ്പോഴേക്കും വാർക്ക ഉറയ്ക്കും. അപ്പോഴേക്കും ഈ മുള എടുത്ത് മാറ്റുകയും ചെയ്യും. അതിന് മുട്ടിടുക എന്നാണ് പറയുന്നത്. മുള കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് കാണിച്ചതാണ്. കാരണം ഇപ്പോൾ ഇതങ്ങനെ എളുപ്പം കാണാൻ പറ്റുന്ന ഒന്നല്ല. ഇതുപോലെ മുള ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അതങ്ങനെ പലരും കണ്ടിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചതാണ് കേട്ടോ. ഇത് നമ്മളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മുള ഇങ്ങനെ വെട്ടിയെടുത്തപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചതാണ്. നമ്മുടെ അലോവേര കുഞ്ഞുങ്ങൾ കണ്ടോ, എന്തോരം ഉണ്ടായി നിൽക്കണേ നോക്കി. അതെ, അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. അതെ, ഇതേ അതെ അതെ അതെ. ഷെയ്ഡ് വേണം തോന്നുന്നു അലോവേരയ്ക്ക്. അമ്മയുടെ പതിവ് വിനോദാണിത്. എനിക്ക് വലിയ സന്തോഷമാണ്. എങ്ങോട്ടൊക്കെയാ വെട്ടിക്കണേന്ന് ആർക്കറിയാം. പെട്ടെന്ന് വെട്ടിക്കണേ. എന്റെ കുഞ്ഞുങ്ങളെ കുളിർപ്പിക്കും കാലത്തും വൈകുന്നേരം ഞാൻ. കൊറേ കുഞ്ഞുങ്ങളുണ്ട് കാലിട്ട് തെറിപ്പിക്കണേ. ഇവിടെ വലുത് പിരിച്ച് നട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങള്. ബന്ധു കുഞ്ഞുങ്ങൾ ആവശ്യക്കാരുണ്ട്, അതൊക്കെ കൊടുക്കണം തൈകള്. കണ്ടോ മുള്ളാത്ത നമുക്ക് ഇത്തവണ ഉണ്ടായി 2-3 എണ്ണതേ അങ്ങകലെ ഒരെണ്ണം ഉണ്ട്, 3-4 ഉണ്ട്. കഴിഞ്ഞ തവണ നമ്മളിതിൻ്റെ ഒരു ടേസ്റ്റിംഗ് ഇംപ്രഷൻ നമ്മുടെ 2ാമത്തെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കൂട്ടോ. നല്ല രസമാണത് കാണാനായിട്ട്. ഇതിൻ്റെ ഇടയിൽ ഒരുത്തന് ഒളിച്ചിരിപ്പുണ്ട് കണ്ട. അതെ, ഇടയിലായിരിക്കണേ. അവനെ കാണാൻ മേല ശരിക്കും. കണ്ടോ, ഇതെന്താന്ന് മനസ്സിലായോ? ഇതാണ് നമ്മുടെ കറുവാപ്പട്ട, സിനമൺ. അതിൻ്റെ തടിയാണിത്. അതിൽ നിന്നും നമ്മൾ തൊലി പൊളിച്ചെടുക്കുകയാണ് അല്ലേ? തൊലി പൊളിച്ച് ആയില്ല. അല്ല, ഇത് ചെറിയ കമ്പാണ്. നമ്മൾ വലുത് മരം ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ ഇതുള്ളത് കൊണ്ട് നമ്മൾ ആവശ്യമില്ല. ഓ, ഇങ്ങനെയാ പൊളിക്കണേ. എന്നിട്ട് ഉണക്കാൻ വെക്കും. മണമുണ്ടോ? മണമുണ്ട്. ഇതാണ് അതിൻ്റെ മരം. ഇതാണ് നമ്മുടെ സിനമണ്ട മരം. ഈ മരത്തിൻ്റെ തൊലി ഇവിടെ നിന്നൊക്കെ ചെത്തിയെടുക്കും. സൂക്ഷിച്ച് ചെത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ മരം ഉണങ്ങിപ്പോയി. അതിന് എന്തോ ഒരു സൈഡുണ്ട് അത് ചെത്തന, എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല.
എന്നിട്ട് ഉണക്കാൻ വെക്കും. ഉണക്കാൻ വെച്ചിട്ട് അതാണ് നമ്മൾ ഇറച്ചിക്കറിക്കൊക്കെ ഇടണേ. ഇതുണ്ടോ ഇതൊക്കെ. ഇതാണ് നമ്മുടെ സിനമൺ തടിയിൽ നിന്നും ചെത്തിയെടുത്തത്. നമ്മൾ ജസ്റ്റ് സാമ്പിളിന് ഒരു വെട്ടിക്കളഞ്ഞ കൊമ്പിൽ നിന്നാണ് നമ്മൾ എടുത്തത്. ഇത് ഉണക്കി കഴിയുമ്പോൾ എങ്ങനെയാവും നമുക്ക് നോക്കാം കേട്ടോ. കണ്ടോ, ഇത് ഉണക്കിയതാണ് സിനമൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കില്ലേ, ഇത് ഉണക്കണതാണ്. നമുക്കിത് എന്തായാലും ഒന്ന് ഉണക്കി നോക്കാം, എന്താകും പരുവെന്ന് അറിയാലോ. പുക ചെല്ലട്ടെ നല്ലോണം. പുക എന്ന് കഴിഞ്ഞാൽ നല്ലോണം മാങ്ങ ഉണ്ടായി കിടപ്പുണ്ട് കേട്ടോ. പുക എന്ന് കഴിഞ്ഞാൽ മാവ് പൂക്കും എന്നാണ് കേട്ടിട്ടുള്ളത്. നിറയെ മാങ്ങകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു മാവാണ് ഈ വർഷം, പക്ഷെ അധികം കായ്ച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിൽ ഒരു ഏത്തവാഴ വെച്ചിരുന്നത് കൊലച്ചപ്പം നമ്മളത് കാണിച്ചായിരുന്നു. അപ്പൊ അന്ന് ഞങ്ങൾ പറഞ്ഞു പഴുത്ത് കഴിയുമ്പോ കാണിക്കാം. അതെന്നാന്ന് വെച്ചാൽ പകുതി മൂപ്പായപ്പോ കൊല ഒടിഞ്ഞു. ഇത് അപ്പ നട്ടതാണോ? നട്ട ഫ്രണ്ടിൽ നിന്ന് കാന്താരിയുടെ അവിടെ. അപ്പൊ ഒടിഞ്ഞതിന്റെ കാരണവും കണ്ടുപിടിച്ചോ. ഇത് പഴുത്ത് കഴിഞ്ഞപ്പോ അപ്പ കൊല വെട്ടിക്കൊണ്ട് വന്ന, എന്നിട്ട് പിണ്ടി പൊട്ടിച്ചപ്പോ പിണ്ടിയിൽ പിണ്ടിപ്പുഴു. അപ്പൊ അതുകൊണ്ടാണ് ഇത് പകുതി മൂപ്പായപ്പോ ഒടിഞ്ഞു പോയത്. ശരിക്കും 10-12 ഉള്ളൂ. ഇത് മുകളിലത്തെ പടല, അടിയിൽ ഇതേ 3-4 കാതേ ചെറുത് അങ്ങനെയുള്ളൂ. പക്ഷെ ഒരു കാ ഞാനെടുത്ത് താഴത്തുള്ള ഒരു കുഞ്ഞു കാ തിന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, തിന്നാറായില്ല കേട്ടോ, പഴുത്ത് വന്നേ ഉള്ളൂ. ഇതാണ് ശരിക്കും ഒരു പെടലയായിട്ട് ശരിക്കുള്ള. പിണ്ടിപ്പുഴു വന്നതുകൊണ്ടായിരിക്കാം അത് ഒടിഞ്ഞു പോയത്. ആർക്കെങ്കിലും പിണ്ടിപ്പുഴുവിനുള്ള മരുന്ന് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂട്ടോ. അപ്പൊ നമുക്ക് വേറെ പരിപാടി തുടങ്ങാം, വൈകിട്ടത്തെ പരിപാടി തുടങ്ങാം. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ കാണിക്കണേ. കുക്കിംഗ് അല്ല, പക്ഷെ ഈ റെസിപ്പി കൊണ്ട് ഞാൻ കുക്കിംഗ് നടത്തണ്ട. നടത്തിയ കുക്കിംഗ് നേരത്തെ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ വേണമെങ്കിൽ അതിന്റെ ക്ലിപ്പിംഗ് ഒന്ന് എടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് കുക്കിങ്ങിന് മുമ്പുള്ള പരിപാടി കാണിക്കാം. ഞാൻ മാറ്റി വെക്കട്ടെ. എൻ്റെ മോസ്റ്റ് യമ്മി ഫ്രൂട്ടാണ് അമ്മ ഈ ചെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. അച്ഛനും അമ്മയും കൂടെ വന്നപ്പോ നിനക്ക് കൊണ്ടുവന്നതാ. കുറെ പച്ചയുണ്ട്, ഞാൻ പഴുത്തത് മാത്രം ഇപ്പൊ ജസ്റ്റ് അങ്ങ് ചെത്തിയതാട്ടോ. ഇത് മാത്രല്ല, കോവയ്ക്ക, പഴം, കപ്പ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ ഈ ചിക്കൂസ് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടും കേട്ടോ. കാരണം ചിക്കൂസ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇഷ്ടമുള്ളവരെല്ലാവരും ഒന്ന് കമൻറ്റ് ഇടുക. ഇനി അമ്മ ചെത്തിക്കൊണ്ടിരിക്കുക. അത് അത്രേ പഴുത്തിട്ടില്ലാന്ന് തോന്നുന്നു. നാളെ ചെത്താം. കുറെ ഇരിപ്പുണ്ട്, ഞാൻ എടുത്തുകൊണ്ട് വരാൻ വേണമെങ്കിൽ. യമ്മി യമ്മി. നമുക്ക് അവിടെ പോയി നോക്കാം എവിടെ ഇരിക്കണേന്ന് കേട്ടോ. അതേ കുറേ ഉണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം പഴുക്കുമ്പോ നമുക്ക് കഴിക്കാം. അടിപൊളി. അപ്പോൾ തൽക്കാലം ഇത് കഴിക്കാം. അപ്പൊ ഇത് വേഗം പോയി കഴിക്കട്ടെ കേട്ടോ. യമ്മി. അപ്പോൾ സൺഡേയിൽ നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ സൺഡേയിൽ നമ്മൾ ചെയ്തിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു. ലഞ്ചും ഡിന്നറും ഒന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അറിയാം ഞങ്ങൾ എന്തൊക്കെയാണ് സാധാരണ കഴിക്കുന്നതെന്ന് അറിയാം. അപ്പോൾ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് കാണിക്കാതിരുന്നത്. കാരണം എപ്പോഴും അത് തന്നെ കാണിക്കുമ്പോൾ നിങ്ങളാണേലും വിചാരിക്കില്ലേ ഈ സെയിം സാധനം തന്നെ കഴിക്കുന്നത് കണ്ട് നിങ്ങൾക്കാണേലും അത് ബോറടിക്കില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അത് പിന്നെയും കാണിക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണിക്കാം. അപ്പോൾ ഹോപ്പ് യു ഹാവ് റിയലി എൻജോയ്ഡ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഒരുപാട് നമുക്ക് വണ്ടർഫുൾ ഡിഷസ് അതുപോലെ വണ്ടർഫുൾ വ്ളോഗ്സ് എല്ലാം ഇനി വെയിറ്റിംഗ് ആണ്. നിങ്ങളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾക്കത് തീർച്ചയായിട്ടും എൻ്റർടൈനിങ് സെഷൻ ആയിട്ടുണ്ടാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.